ദേ ആ മലയുടെ മുകളിൽ നോക്കിയേ, അവിടെ മനോഹരമായൊരു ക്ഷേത്രമുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. എങ്കിലും ഈ വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അടങ്ങിയതാണ്. അപ്പം നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ശ്രീ കരുവോട്ട് വാമല ബാലദണ്ഡായുധപാണി ക്ഷേത്രത്തിലേക്കാണ്. അങ്ങനെ പറഞ്ഞാൽ ഒട്ടുമിക്ക ആളുകൾക്ക് മനസ്സിലാകണമെന്നില്ലായിരിക്കാം. വാമല പല്ലാവൂർ ശ്രീ മുരുക ക്ഷേത്രം. കൂടുതൽ വിശദമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം സിനിമയുടെ ഭാഗമായിട്ടുള്ള ആ മനോഹരമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞങ്ങൾ പോയത് ആലപ്പുഴയിൽ നിന്ന് ആലത്തൂർ എന്നിട്ട് അവിടുന്ന് റൈറ്റ് കയറിയാണ്. സത്യം പറഞ്ഞാൽ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ക്ഷേത്രം കണ്ടത്. ആ വഴിയാണ് നമ്മൾ വന്നത്. ഒരു ചിന്മയ സ്കൂളിൻ്റെ സൈഡിൽ കൂടിയുള്ള റോഡാണ്. ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. ചിന്മയ സ്കൂളിൻ്റെ അവിടെ നമ്മൾ ആദ്യം കണ്ട ബോർഡിൻ്റെ അവിടുന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു മല കാണാം. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ കണ്ട ആ സെയിം ബോർഡും ഉണ്ട്, പിന്നെ ഒരു ഭണ്ഡാരമുണ്ട്. അപ്പം നമുക്ക് ഈ മല കയറി മുകളിൽ വേണം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ. അപ്പം നമുക്ക് നേരെ മുകളിലോട്ട് പതുക്കെ നടക്കാം. ചെറിയൊരു മഴയൊക്കെ തോർന്നിരുന്നാണ്, ചെറിയൊരു തെന്നലും കാര്യങ്ങളുണ്ട്, എന്നാലും ഹെവി റിസ്ക് അല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം പകുതി നടന്ന് കയറി. പകുതി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റെപ്പുകൾ കാണാം, കല്ലിൽ ചെത്തി എടുത്തേക്കുന്ന സ്റ്റെപ്പുകൾ. അപ്പോൾ അത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്ന് കയറാൻ പറ്റുന്നതാണ്. വലിയ ഹെവി ടാസ്ക് ഒന്നുമില്ല. ഏകദേശം ഒരു 11:30-12 മണിയോടടുത്താണ് അവിടെ എത്തിച്ചേർന്നത്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഈ ഒരു കാലാവസ്ഥ വളരെ അനുകൂലമായിരുന്നു. സാധാരണഗതിയിലായിരുന്നെങ്കിൽ ഈ സമയത്ത് നല്ല ഉഗ്രം വെയിൽ കാണേണ്ടതാണ്. പക്ഷേ ഒരു മഴ പെയ്ത് തോർന്നിരുന്ന് കാണും. ആ ഒരു വെയിലിൻ്റേതായ ഒരു ഹെവി, അതായത് നല്ല ചൂടിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടായില്ല. ചെറിയൊരു തെന്നൽ അങ്ങനെ ഹെവി ആയിട്ടൊന്നുമില്ല. മഴ പെയ്ത് തോർന്നതിൻ്റെ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് നടക്കാമെന്നില്ല. അതിൻ്റെ സ്റ്റെപ്പുണ്ട്. കൂടാതെ അങ്ങനെ വലിയ കുന്ന് കയറിയോ അല്ലെങ്കിൽ പാറക്കെട്ട് കയറിയോ പോകേണ്ട ആവശ്യം വരുന്നില്ല. അത് കാരണം നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കയറിച്ചില്ല. നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് ആ ചുറ്റുമുള്ള മനോഹരമായ കാഴ്ചകൾ ശരിക്കും ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാലാവസ്ഥ കൂടി ആയത് കാരണം നല്ല ഭംഗിയായിരുന്നു ആ മുകളിൽ നിന്ന് കാണാൻ പറ്റുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയിട്ട് അധികം ആളുകളെയൊന്നും കാണുന്നില്ല. നമുക്ക് മുകളിൽ ചെന്നിട്ട് നോക്കാം. ഞങ്ങളങ്ങനെ നടന്ന് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ അധികം ആളുകളെ ഒന്നും കാണുന്നില്ല. ഇനി ഈ ഒരു സമയം ആയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ഇനി മഴയുടെ ഇതുകൊണ്ടാണോ എന്നറിയില്ല, അധികം ആളുകളെയൊന്നും കണ്ടില്ല. കുറച്ച് ആളുകൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതേതായാലും കുറച്ചുകൂടി നന്നായി ഞങ്ങൾക്ക് തോന്നുന്നു. കാരണം കൂടുതൽ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ നടന്ന് അമ്പലത്തിന് പുറകിലേക്ക് പോവുകയാണ്. ചുറ്റും നമുക്ക് ഈ ഒരു മനോഹരമായ കാഴ്ച നോക്കിയേക്കാം. കണ്ണെത്താ ദൂരത്ത് മലകളുമൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പുറകിൽ എന്തോ ഒരു ബിൽഡിങ് പണിയുന്നുണ്ട്. എന്താണ് ആക്ച്വലി എന്നറിയില്ല. ഇനി വാട്ടർ ടാങ്ക് ആണോ എന്താണെന്ന് കറക്റ്റ് അറിയത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഭംഗി ശരിക്കും ആസ്വദിക്കാൻ പറ്റും. അവിടെ സത്യം പറഞ്ഞാൽ ആരും ചോദിക്കാനില്ലായിരുന്നു. അതുകൊണ്ട് ആരോടും ചോദിക്കാൻ പറ്റില്ല എന്താണ് ആക്ച്വലി ബിൽഡിങ്. വാട്ടർ ടാങ്ക് ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് ആ ക്ഷേത്രത്തിന് പുറകിലുള്ള ആ ഒരു കാഴ്ച. ഇവിടെയും നോക്കിയാലും അങ്ങ് കണ്ണെത്താ ദൂരത്തുള്ള ആ മലകളും ആ മരങ്ങളും ഒക്കെ കാണാൻ പറ്റും. ശരിക്കും മനോഹരമായൊരു കാഴ്ചയാണ്. ആ ഒരു കാഴ്ചയ്ക്ക് ഈ ഒരു കാലാവസ്ഥ നല്ല അനുകൂലമായിരുന്നു. നോക്കി അങ്ങ് മലകളൊക്കെ കണ്ടില്ലേ, ശരിക്കും മനോഹരമായൊരു കാഴ്ചയാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയധികം സിനിമകളുടെ ഭാഗമാകാൻ ഈ ക്ഷേത്രത്തിന് സാധിച്ചതെന്നുള്ളത്. അതുപോലെ മനോഹരമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ക്ഷേത്രം എന്നാണ് നിർമ്മിച്ചതെന്നോ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എങ്കിലും ഇവിടെ ബാലമുരുകനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പിന്നെ ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് ഹനുമാൻ്റെ പാദം ഈ മലയിൽ പതിഞ്ഞിട്ടുണ്ട് എന്നാണ്. മരുത്വാമലയായിട്ട് പോകുമ്പോൾ ഈ മലയിൽ കുത്തി ചാടി പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വളരെ യാദൃശ്ചികമായിട്ട് വന്നു കാരണം ഇത് മുമ്പേ അറിയില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭാഗം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഹനുമാൻ്റെ പാദം പതിഞ്ഞ ആ സ്ഥലം, ആ ഒരു സ്ഥലം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും വളരെ യാദൃശ്ചികമായിട്ട് ഈ ക്ഷേത്രത്തിൽ എത്താൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഇനി ഈ ക്ഷേത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർ കൂടുതൽ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് പോകുന്നത് നല്ലതായിരിക്കും. എവിടെയാണ് ആ ഒരു കാൽപാദം പതിഞ്ഞ സ്ഥലം എന്നൊക്കെയുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും മിസ്സാകില്ല. ഞങ്ങൾക്ക് പറ്റിയൊരു ആ ഒരു നഷ്ടം നിങ്ങൾക്കുണ്ടാകില്ല. ഈ കാണുന്ന ആ ഒരു ചെമ്പകമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, കറക്റ്റ് അറിയില്ല. അത് ഈ ഒരു അമ്പലത്തിന് മനോഹാരിത കൂട്ടുകയാണ് ചെയ്യുന്നത്. കാരണം ആ ഭാഗത്ത് വേറെ മരങ്ങളൊന്നും സ്ഥിതി ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആ ക്ഷേത്രത്തിന് മുമ്പിൽ ഈ ഒരു ചെമ്പകം നിൽക്കുന്നത്. വാമല പല്ലാവൂർ ശ്രീ മുരുകൻ ടെമ്പിൾ എന്ന് ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളും സന്ദർശിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഇവിടെ പോയിരിക്കേണ്ടത്. അതിമനോഹരമായ ലൊക്കേഷനാണിത്. അങ്ങനെ വാമല പല്ലാവൂർ ശ്രീ മുരുകക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.